അബ്രഹാമിന് കൂട്ടത്തിൽ ഇറങ്ങി ലോത്ത്. അവൻ ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയതാണോ? അല്ല. അച്ചായ പോകുന്നുണ്ട്, അച്ചായന്റെ പുറകേനങ്ങ് പോയി കഴിഞ്ഞാൽ എന്തേലും കിട്ടുമെന്ന് പറഞ്ഞ് പുള്ളിക്കാരന് പുറകേനങ്ങ് പക്ഷെ അബ്രഹാം എന്തോ കേട്ടു, ദൈവത്തിന്റെ വിളി കേട്ടു, കേട്ട് നടക്കുക. പക്ഷെ ഇവന്റെ കൂടെ പുറകെ പോയി ലോത്ത്. ഡെസ്റ്റിനേഷൻ എത്തിയോ? ഇല്ല. ഇടയ്ക്ക് വഴി വന്നപ്പോ ഇവന് ലോകപരമായ കാര്യങ്ങൾ മതി. ആർക്ക്? ദൈവവിളി കേൾക്കാത്ത ലോത്തിന് എന്തോ മതി? ലോകത്തിന് എന്തോ മതി? ഭൗതിക നന്മ മതി. പുള്ളിക്കാരനെല്ലാം തെരഞ്ഞെടുക്കുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. പാവടിച്ച് അബ്രഹാമിന് ഒന്നും കിട്ടിയില്ല. പക്ഷെ അബ്രഹാമിന് അറിയാം, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നഷ്ടപ്പെട്ടതെല്ലാം തരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും ഇരിക്കാൻ സന്തോഷിക്കാറുള്ളൊരു വാക്യമാണ് കേട്ടോ. ഈ ലോത്ത് വിട്ടുപോയപ്പോ, അത് ബന്ധക്കാരൻ വിട്ടുപോയപ്പം ഈ അബ്രഹാമിന്റെ തല കുനിഞ്ഞു പോയെന്നാണ് കാണുന്നത്. അബ്രഹാമിന്റെ തല എന്ത് ചെയ്തു? കുനിഞ്ഞു പോയി. തല പൊക്കാനൊക്കുന്നില്ല. കാരണം വെച്ചാൽ ബന്ധക്കാരെ ഇടയന്മാര് തമ്മിൽ അടിയുണ്ടാക്കുക. അവർക്ക് സമ്പത്ത് കൂടി അടിയാണ്. സമ്പത്ത് കൂടുമ്പോ എന്തോ ഉണ്ടാകും? ഈ സമ്പത്ത് കൂടുമ്പോ ഇല്ലാത്തവന് കൊടുക്കണം. സമ്പത്ത് കൂടുമ്പോ എല്ലാം കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? വെട്ടിപ്പിടിക്കരുത്. ട്രസ്റ്റിയോട് ചോദിക്കാം. ഞാൻ പലപ്പോഴും ഈ ആശ്വസിച്ചൊരു വാക്യമാണിത്. യവൻ വിട്ടുപോയപ്പോൾ, ബന്ധക്കാരൻ വിട്ടുപോയപ്പോൾ അബ്രഹാമിന്റെ തല കുനിഞ്ഞു. തല കുനിഞ്ഞപ്പം ദൈവം അറിയാം. എൻ്റെ ഡോക്ടർ ബോബി, നമ്മുടെ തല എവിടെയെങ്കിലും കുനിയാണെങ്കിൽ ചിന്തിച്ചോണം. നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ ഓർത്തോണം, നമ്മുടെ തല അധിക നേരം കുനിച്ചിരിക്കത്തില്ല. ദൈവം ഇറങ്ങി വന്നിട്ട് പറയും, നിന്റെ തല പൊക്കാൻ പറയും. കുറച്ച് സമയത്തേക്ക് ഒരു വിഷമം ഉണ്ടായി അബ്രഹാം കേട്ടോ. ഭയങ്കര വിഷമം. അത് ചെറിയ വിഷമമല്ല, ഭയങ്കര വിഷമം ഉണ്ടായത്. അത് വേറെ ചില റെഫറൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാലയളവാണ്. സ്വന്തമായവൻ വിട്ടുപോയി. പക്ഷെ തല കുനിഞ്ഞിരുന്നവനെ ദൈവം എഴുന്നേൽപ്പിച്ചു പറഞ്ഞു, നീ എഴുന്നേറ്റ്, നീ എന്തിനാണ് ഈ ദൈവത്തിന്റെ വിളിയിൽ ഗുണപ്പെടാത്തവന്മാര് പോയാൽ ദൈവം നമ്മളോട് സംസാരിക്കും. ഈ ഗുണപ്പെടാത്തവൻ എത്ര നാൾ നമ്മുടെ കൂടെ നടക്കുന്നോ ദൈവം സംസാരിക്കത്തില്ല. ഈ ലോത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ദൈവം സംസാരിക്കാൻ തുടങ്ങി. ദൈവം സംസാരിക്കാൻ. ദൈവം പറഞ്ഞു, നീ എഴുന്നേക്ക്, നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഞാനല്ലേ നിന്നെ വിളിച്ചിറക്കിയത്, ഞാനല്ലേ നിന്റെ കൂടെ ഉള്ളത്. പോയതൊക്കെ പോട്ടെന്നേ. Let them go. Let it go. പോട്ടെ, നീ വിഷമിച്ചിരിക്കണ്ട, ഞാനാണ് നിന്നെ വിളിച്ചിറക്ക്. നീ എഴുന്നേക്കാൻ പറഞ്ഞു. നീ എഴുന്നേറ്റ് നിനക്ക് ഇഷ്ടമുള്ളിടത്തോളൊക്കെ നടക്കാൻ പറഞ്ഞു. നീ നടക്കുന്ന സ്ഥലമല്ല ഞങ്ങൾ നിനക്ക് തരും. നീ നടക്കുന്ന സ്ഥലം അത് ആരാ പറഞ്ഞേ? വിളിച്ചിറക്കിയവരാ പറഞ്ഞത്. നിന്റെ നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെന്നേ. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൽ നിന്നും യഥാർത്ഥമായി ശബ്ദം കേട്ട് നമ്മൾ യാത്ര ചെയ്യണം. ഒരാളുടെ പുറകെ നമ്മൾ യാത്ര ചെയ്താൽ അവൻ എന്തെങ്കിലും കുഴപ്പം കാണിക്കുകയാണെങ്കിൽ അത് കണ്ട് നമ്മൾ പിന്മാറി പോകും. പക്ഷെ ദൈവം ഒരു നോട്ടം നോക്കി തിരിച്ചു കൊണ്ടുവരും ദൈവം. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ദേവദാസിയുണ്ട്. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. തിരുവല്ലയിലുള്ളൊരു ദേവദാസിയാണ്. പ്രായമുള്ളൊരു അറിയാമോ? പുള്ളിയുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡാണ് ഈ കൊണ്ടുവരുന്നത്. അറിയാമോ? ഒരു SD ഉള്ള ഒരാളാണ്. പുള്ളിയുടെ പേര് ഞാൻ മറന്നു കേട്ടോ. തിരുവല്ലയിൽ അവരുടെ വീട് അറിയാമോ ആർക്കെങ്കിലും? അമേരിക്കോ? അങ്ങനെ വാ. സ്വത്രം. അപ്പം നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മറന്നു പോയാലും പിടിച്ചെടുക്കാം. ഈ മേരിക്കോവൂര് പറയുന്ന ഒരു കാര്യമുണ്ട്. മേരിക്കോവൂരമ്മച്ചി പറയുന്നൊരു കാര്യമുണ്ട്. വിളി കേട്ടവനും വിളി കേൾക്കാത്തവനും നമ്മളുടെ വ്യത്യാസത്തിന് മേരിക്കോവൂരമ്മച്ചി ഒരു ഉദാഹരണം പറഞ്ഞതാ. ഒരു വീട്ടിലെ പട്ടി കള്ളനെ കണ്ട് കരഞ്ഞു. അത് റിയലായിട്ട് കള്ളനെ കണ്ടിട്ടായി കുരയ്ക്കുന്നത്. ഭയങ്കരമായിട്ട് കുര നിർത്തുന്നില്ല. പക്ഷെ ഈ കുര കേട്ടിട്ട് അടുത്ത നമ്പർ 3 പട്ടി കുറയ്ക്കാൻ തുടങ്ങി.
പുള്ളി കള്ളനെ കണ്ടു? ഇല്ല. പിന്നെ എന്തിനാ കുറയ്ക്കുന്നത്? യഹോവാ ദൈവമാ വിശുദ്ധ ജാതിയ. ഇത് കേട്ടോണ്ടാ പുള്ളിക്കാരനും പാടുന്നത് യഹോവാ ദൈവമാ. ഈ പാടുന്നവനെ എന്താ ആരെ കണ്ടു? ദൈവത്തെ കണ്ടിട്ടായി പാടുന്നത്. മറ്റവൻ എന്താ കണ്ടിട്ടാ പാടുന്നത്? അങ്ങേ വീട്ടിൽ പാടുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് അടിക്കുക. ചിലർ പാട്ട് കേട്ടാൽ നമുക്ക് ഭയങ്കര സന്തോഷം കയറും, വിഷമം കയറും. ചിലർ പറയും തീ കത്തിക്ക എന്നെ തീ കത്തിക്ക. തീ പോട്ടൊരു തീപ്പൊരി പോലും അവിടെ ചെല്ലത്തില്ല. തീ പോട്ടൊരു സിസ്റ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ സിസ്റ്റർ പറയാ ജെബി പാസ്റ്റർ അടുത്ത കടയിൽ നിന്നാ മതിയായിരുന്നു. അല്ലേ? ഇവിടുത്തെ പട്ടിയുടെ കുര കേട്ട് 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 കുറച്ച് ആ പഞ്ചായത്തിലെ പട്ടികൾ മൊത്തം കുറയ്ക്കാൻ തുടങ്ങി. ആ പഞ്ചായത്തിലെ പട്ടികൾ മൊത്തം തീ കത്തിക്കാണ് പാടുന്നത്. കുമ്പനാട്ടൊരു ഡ്രമ്മും മേടിച്ച് കമ്പയർ വിട്ട് അടിച്ചൊക്കെ പൊട്ടിക്കുക. പക്ഷേ അവിടെ കത്തിക്കാതെ പാടി 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 അവസാനത്തെ എല്ലാം പതുക്കെ എന്ത് ചെയ്തു? ക്ഷീണിച്ചു. അവരങ്ങ് ക്ഷീണിച്ചു. അവരെന്ത് ചെയ്തു? ടമ്പയരം മടക്കി വെച്ചിട്ട് അവർ കയറി കിടന്ന് ഉറങ്ങി. അങ്ങേ അറ്റത്തെ പട്ടി. പിന്നെ ഓരോ പട്ടികളും കുരയ്ക്കുന്ന ക്ഷീണിച്ച് എന്ത് ചെയ്തു? അവർ കുര നിർത്തി. പക്ഷേ ആദ്യത്തെ വീട്ടിലെ പട്ടി കുര നിർത്തിയില്ല. കാരണം അവന്റെ മുമ്പിൽ കള്ളനങ്ങൾ നിൽക്കുകയല്ലേ. കുര നിർത്താൻ നോക്കൂ. ഇതാ യഥാർത്ഥമായിട്ട് ഗുണപ്പെട്ടവൻ. കൊടപ്പെട്ടവനോട് സഹോദരി കൈ അടിച്ചാട്ടെന്ന് പറയണ്ട. കൊടപ്പെട്ടവനാണെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമുള്ളവരാണെങ്കിൽ പറയാതെ തന്നെ കൈ അടിക്കും, പറയാതെ തന്നെ ദൈവത്തെ സ്തുതിക്കും, പറയാതെ തന്നെ ദൈവത്തെ ആരാധിക്കും. മഴ മാറാൻ വേണ്ടിയല്ല ആരാധിക്കുന്നതാണോ? മഴ മാറിക്കോളും, തന്നെ മാറിക്കൊള്ളൂ. ആരാധനയിൽ മാറാത്തൊന്നുമില്ല. നമ്മൾ കണ്ടിറങ്ങിയവരാകണം. ദൈവത്തെ യഥാർത്ഥമായി കണ്ടറിയുക. അത് അപ്പോസ്തലനായ പൗലോസ് ഞാൻ തൊട്ടത്, ഞാൻ അറിഞ്ഞത്.